ബോറീഡ് ഹേർട്സിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ഇത്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ചാങ്സൺ ഡോങ്ചുനെ കൊല്ലുവാനായിട്ട് നോക്കുന്ന ഒരു സ്വപ്നമൊക്കെ കണ്ടാണ് ഡോങ്ചുവും എണീക്കുന്നത്. ആ ഒരു സ്വപ്നത്തിന്റെ പേടിയില് ഡോങ്ചുവും തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ തൊട്ടരികിലായിട്ട് വെക്കുന്നു. അതേസമയം അവിടെ ഈട് വരുന്നതായിട്ടൊക്കെ അവനും തോന്നുകയാണ്. മാത്രല്ല, ആ ഒരു ഈട് പറയുന്നത് തോക്കുകൊണ്ട് ആൾക്കാരെ കൊല്ലുവാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും നീ ഒരിക്കലും തോക്ക് കൈവശം വെക്കുവാനായിട്ട് പാടില്ല. നിനക്കതൊട്ടും തന്നെ യോജിക്കുന്നില്ല. മാത്രമല്ല, നീ ഇപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉണ്ണാമിന്റെ കൂടെ നീയും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് അവനും പറയുകയാണ്. ഡോങ്ചു ഒരു റെസ്റ്റോറന്റിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഗോഹോയും കാറിൽ ഇരുന്നു കൊണ്ട് ഡോങ്ചുനെ തന്നെ ശ്രദ്ധിക്കുന്നു. അതായത് ചാങ്സിനെ കാണാതായിട്ട് ഇപ്പോൾ 1 മാസം ആയിട്ടുണ്ട്. ചാങ്സിന്റെ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. അതുകൊണ്ട് തന്നെ ഡോങ്ചുനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഗോഹോയും ഇതുപോലെ ഡോങ്ചുന്റെ പിന്നാലെയൊക്കെ നടക്കുന്നത്. ഡോങ്ചും ചെയർമാൻ ചായും സീനിയറും കൂടി സംസാരിച്ചിരിക്കുകയാണ്. ഡേയ്സൺ എനർജിയുടെ സിഇഒ ആക്കണമെന്ന് ഡോങ്ചുനും ഗുഹയ്ക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും വെച്ചിട്ട് അവരിൽ നിന്നും സിഇഒ ആക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഡോങ്ചുനെ ആണെന്നുള്ള കാര്യമെല്ലാം തന്നെ ഇപ്പോൾ ചെയർമാൻ ചായും തുറന്നു പറയുകയാണ്. ഡേയ്സൺ എനർജി എന്ന കമ്പനിയും ഡേയ്സൺ കെമിക്കൽ എന്ന കമ്പനിയും കൂടി ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാമെന്ന രീതിക്കാണ് താനും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് ഡോങ്ചു തന്നെ അറിയിക്കുന്നു. കൂടാതെ ചാങ്സിനെ കുറിച്ച് കൂടി അവരും സംസാരിക്കുകയാണ്. ഇത്രയും വലിയൊരു കേസൊക്കെ തന്റെ മുകളിൽ ഉണ്ടായിട്ട് പോലും ചാങ്സിന് ഈ സമയത്തും ഒളിച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ചെയർമാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പൊതുവെ ആൾക്കാർ പറയുന്നത് ചാങ്സിന് ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ശത്രുക്കൾ ചാങ്സിനെ കൊന്നതാകാമെന്നാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും കാലമായിട്ടും അയാൾ എവിടെയാണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കാത്തതെന്ന് സീനിയറും അറിയിക്കുന്നു. ജാങ്സൺ ചെയ്ത തെറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ജാങ്സനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ഡോങ്ചുനെയാണ്. അങ്ങനെയിരിക്കെ ഡോങ്ചു ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ആരായിരിക്കും ജാങ്സന്റെ അടുത്ത് പ്രതികാരം തീർക്കുവാനായിട്ട് അവനെ കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നൊക്കെ ചെയർമാൻ ചായും സംശയിക്കുന്നു. 1 മാസമായിട്ട് ജാങ്സന്റെ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ലല്ലോ. ജാങ്സനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, അതോ നമ്മുടെ കൂടെ നിൽക്കാതെ മറ്റേതെങ്കിലും സൈഡിൽ നിൽക്കുവാനായിട്ട് ആയിരിക്കുമോ ജാങ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവുക? അതുകൊണ്ടാണോ അവൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യാത്തതെന്നൊക്കെ ഗുഹയും ഇപ്പോൾ സ്യോനുവിന്റെ അമ്മയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ജാങ്സൺ എന്റെയും സ്യോനുവിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വാക്ക് നൽകിയതാണ്. അത് കൂടാതെ ചെയർമാൻ ചാ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയർമാൻ ചായുടെ ഷെയർസ് കൂടി എനിക്കും എന്റെ മകനും വന്നു ചേരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഡേയ്സൺ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഞങ്ങൾ മാറുന്നതായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുന്നതായിരിക്കും ഗുഹയ്ക്ക് ഏറ്റവും നല്ലതെന്നും ഇപ്പോൾ സ്യോനുവിന്റെ അമ്മയും പറയുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ കൂട്ടത്തിലേക്ക് ഉണ്ണാം കൂടി എത്തുന്നു. ഉണ്ണാമും ഡേയ്സൺ എനർജി എന്ന കമ്പനിയുടെ ഒരു ബോർഡ് മെമ്പറൊക്കെയാണ്. അങ്ങനെയിരിക്കെ ഈ ഒരു സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നു. സ്യോൻവു കമ്പനിയുടെ അധികാരം എല്ലാം തന്നെ ഏറ്റെടുക്കുന്ന സമയത്ത് സ്യോൻവുവിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് കുറെ അധികം ആൾക്കാരുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടായിരുന്നു ഡോങ്ചു പറഞ്ഞത് പ്രകാരം ഉണ്ണാമിനെ ഡേയ്സൺ ഗ്രൂപ്പിന്റെ ബോർഡ് മെമ്പറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നതും. എന്തായാലും ഇപ്പോൾ ഡോങ്ചുവിനെ കമ്പനിയുടെ സിഇഒ ആക്കുന്ന ചടങ്ങൊക്കെ നടത്തുകയാണ്. ഈ ഒരു സമയത്ത് അവൻ പറയുന്ന പ്രസംഗത്തിന്റെ കൂടെ ഡേയ്സൺ എനർജിയും ഡേയ്സൺ കെമിക്കലും കൂടി ചേർത്തിട്ട് ഡേയ്സൺ ഇയാൻസി എന്ന ഒരു കമ്പനിയാക്കി മാറ്റുവാനായിട്ടാണ് താൻ പ്ലാൻ ചെയ്യുന്നതെന്നും അതുവഴി ഇത് വലിയൊരു ഗ്ലോബൽ കമ്പനിയായി മാറുമെന്നുമൊക്കെ അവനും തുറന്നു പറയുകയാണ്. പക്ഷെ അവൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തതൊന്നും തന്നെ ഗുഹയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഗുഹയാണല്ലോ നിലവിൽ ഡേയ്സൺ കെമിക്കലൊക്കെ നോക്കി നടത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഗുഹയും അതിനെക്കുറിച്ച് അവന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നീ ജാങ്സിന്റെ കൂടെയൊക്കെ കുറെ നാൾ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയെങ്കിലും ജാങ്സിന്റെ കൂടെ നിന്ന് സ്വന്തമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാതെ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന രീതിക്കൊക്കെ അവളുടെ അടുത്തും പറയുന്നു. ഇതുവരെയായിട്ടും ജാങ്സിന്റെ യാതൊരു വിധത്തിലുള്ള വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടോങ്ചു ജാങ്സിനെ കൊന്നു കളഞ്ഞിരിക്കുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ണാമനും ഉണ്ടായിരുന്നു. എന്തായാലും നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണാമും ടോങ്ചുന്റെ അടുത്ത് ടോങ്ചു കൊന്നിരിക്കുമെന്ന സംശയത്തിലൊക്കെ സംസാരിക്കുന്നു. സിയോനുവും കമ്പനി കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. സാധാരണഗതിക്ക് ആർക്കും എൻട്രി ഇല്ലാത്ത സ്ഥലത്ത് പോലും ചെയർമാന്റെ മകനായതുകൊണ്ട് തന്നെ അവൻ എൻട്രി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലായിരുന്നു അവനും എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു മെയിൻ ലോക്കറൊക്കെ തനിക്ക് കാണണമെന്ന് സ്യോനു അച്ഛന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അച്ഛനും അത് കാണുവാനുള്ള പെർമിഷനൊക്കെ അവനും നൽകുന്നു. സോ അവനോട് അകത്ത് കയറാതെ വെളിയിൽ നിന്ന് കണ്ടോളാൻ പറഞ്ഞിട്ട് ഡോങ്ചുവിനോട് ലോക്കർ തുറക്കുവാനായിട്ട് ചെയർമാൻ ആവശ്യപ്പെടുകയാണ്. സോ ഇപ്പോൾ ഡോങ്ചുവും ലോക്കറൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നു. ഈ ഒരു സമയത്ത് അവിടെ ഒരു ബർഗറിന്റെ പാക്കേജ് ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഡോങ്ചുവും അത് കുറച്ചുകൂടി ഒളിപ്പിച്ചു വെക്കുന്നു. അത് കൂടാതെ എന്നാണോ ഈ ഒരു കമ്പനി നോക്കി നടത്തുവാനുള്ള കഴിവൊക്കെ സ്യോനുവിന് വരിക, ആ ഒരു സമയത്ത് ഡോങ്ചു തന്നെ ഈ ലോക്കറിന്റെ പാസ്കോഡ് അവനെ ഏൽപ്പിക്കുന്നതായിരിക്കുമെന്ന് കൂടി ചെയർമാൻ ചായും പറയുന്നു. ഒത്തിരി പൊക്കമൊക്കെ ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുകയായിരുന്നു ടയൂണും. ആ ഒരു സമയത്ത് ഉണ്ണാം കൂടി അവന്റെ അടുത്തായിട്ട് വരുന്നു.
കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ ഇവിടെ നിന്നും തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈടവും എന്നെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്കാലം മുതലേ നിന്നെ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കാറ് കൂടി ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തെല്ലാം തന്നെ നിന്നെ ഇവിടെ നിന്നും തള്ളി ഇട്ടാലോ എന്ന് പോലും എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത്രയും ഉയരത്തിൽ നിന്നൊന്നും തന്നെ ഞാൻ തള്ളിയിടുവാനായിട്ട് ശ്രമിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നും ഞാൻ നിന്നെ തള്ളിയിടുവാനായിട്ട് നോക്കുകയാണെങ്കിൽ നീ മരിച്ചു പോകുന്നതായിരിക്കും. പിന്നെ നീ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ തള്ളിയിടുവാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് ഉണ്ണം അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും, കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് നിന്റെ അച്ഛനെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നീ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഞാനും ഇതുപോലെ നീ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു എന്നൊരു കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അവനും അറിയിക്കുന്നു. പക്ഷെ അന്ന് എനിക്കൊരു തെറ്റിദ്ധാരണ സംഭവിച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ അവരാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പിന്നീട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടെ എത്തുന്ന ശിവനുവും ആകട്ടെ ടയൂണിനെ ചെറുതായിട്ടൊന്ന് തള്ളിയിട്ടിട്ട് പിന്നീട് ടയൂണിനെ പിടിച്ചു കയറ്റുന്നുമുണ്ട്. ഇന്നാം നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്ക് ചെയ്ത ഹോസ്പിറ്റലുകാര് ഇന്ന് അവനെ കൊടുക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഒരു ലോയറിനെ കാണുവാനായിട്ട് എത്തിയതായിരുന്നു ഡോങ്ചു. പക്ഷെ അപ്പോൾ അവിടെ കേസൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ലോയർ എന്ന് പറയുന്നത് ചോളായിരുന്നു. ഡോങ്ജു അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ താനും കേസ് ഏറ്റെടുക്കുകയില്ല എന്ന രീതിക്ക് ചോൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഡോങ്ജും അവിടെ നിന്ന് പോകുന്നുണ്ട്. എങ്കിൽ പോലും ഡോങ്ജുന്റെ പിന്നാലെ ചോളും പോകുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രശ്നമുണ്ടാക്കിയപ്പോഴത്തേക്കും ജാങ്സൺ ആയിരുന്നല്ലോ അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂളിൽ നിന്നും പോകേണ്ട അവസ്ഥ പോലും ഡോങ്ജുന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു കേസില് ചോളിന്റെ അച്ഛൻ ഇടപെടുകയും രണ്ടുപേരും കൂടി തമ്മിൽ അടികൂടിയതായിരുന്നു എന്നൊക്കെ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു എനിക്കും തുടർന്ന് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നിന്റെ സ്വന്തം അച്ഛൻ നോക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ശത്രുക്കളൊന്നും ആവുകയില്ലായിരുന്നു. ജാങ്സൺ വന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിടയിൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന രീതിക്ക് ഡോങ്ചുവും അറിയിക്കുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചോളിനും ഇപ്പോൾ പണ്ടത്തേതുപോലെ ദേഷ്യമൊന്നും തന്നെ ഡോങ്ചുന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നാമിന്റെ കേസൊക്കെ ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാം. പിന്നെ നീയും ഇതുപോലെ എപ്പോഴും പിന്നാലെ വരേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ ഡോങ്ചുവിനോട് തമാശയായിട്ടൊക്കെ പറയുന്നു. ഉണ്ണാമും ഡോങ്ചും കൂടി ചേർന്നിട്ട് ചെർമാൻ ചായനെ കാണുവാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ ചെർമാൻ ചായ ഉണ്ടായിരുന്നില്ല. പിന്നീട് അയാളുടെ സെക്രട്ടറിയുടെ അടുത്ത് ചെർമാൻ ചായനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചോളാമെന്ന് പറഞ്ഞ വണ്ടിയുമായിട്ട് ചെർമാൻ ചായ എവിടേക്കോ പോയെന്നൊരു മറുപടിയൊക്കെ സെക്രട്ടറിയുടെ അടുത്ത് നിന്നും അവർക്കും കിട്ടുന്നത്. അത് കേട്ട ഉടനെ തന്നെ എവിടേക്കായിരിക്കും ചെർമാൻ ചാ പോയിട്ടുണ്ടാവുകയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണാവിനെയും കൂട്ടിക്കൊണ്ട് ഡോങ് ചുവും പോവുകയാണ്. വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന ചെയർമാൻ ചായനെ അവർ വഴിയിൽ വെച്ച് കാണുന്നു. എന്ത് തന്നെ ആയാലും ചെയർമാൻ ചാ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബേക്കറിയിലേക്കായിരുന്നു. അതായത് ഷോൻവു ഈ ഒരു ബേക്കറിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുവാനായിട്ട് വരുമല്ലോ, അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെയർമാൻ ചായും അവിടെ എത്തിയിട്ടുള്ളത്. ഉണ്ണാമിന്റെ അടുത്ത് ഡോങ്ചുവും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞും കൊടുക്കുന്നു. എങ്കിൽ പോലും അവിടെ ഉണ്ണാമും ഡോങ്ചുവും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ചെയർമാൻ ചായും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ യഥാർത്ഥത്തിൽ ഷോൻവു തന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളതെന്നും അവനെ കാണുവാനായിട്ട് ബേക്കറിയിൽ വന്നത് തന്റെ ഓർമ്മക്കുറവ് കൊണ്ടാണ് എന്നുമൊക്കെ ചെയർമാൻ ചായ മനസ്സിലാക്കുന്നു. ഇനി ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഗോഹ ഇപ്പോഴും ചാങ്സൺ എവിടെയാണെന്ന് അറിയുവാനായിട്ട് ഡോങ്ചുനെ ഫോളോ ചെയ്തൊക്കെ നടക്കുകയാണ്. ഡോങ്ചും ഉണ്ണാവും ഗുഹയുമായിട്ട് ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഗുഹയാകട്ടെ ഡേയ്സൺ വോൾട്ട് എന്ന കമ്പനിയുടെ സിഇഒ ആയിട്ടൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൂടാതെ ഡോങ്ചുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നതും. നിലവിൽ ചാങ്സിനെ ഇത്രയും കാലമായിട്ടും കണ്ടുകിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയും ചാങ്സിനെ നോക്കി നടക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് ഗോഹോയ്ക്ക് ശമ്പളമൊക്കെ കൊടുത്തിട്ട് അവനെ പറഞ്ഞയക്കുകയാണ് ചാങ്സിന്റെ വൈഫ്. അതുകൂടാതെ ഡോങ്ചുവിനെ ഫുഡ് കഴിക്കുവാനായിട്ട് വീട്ടിലേക്കും ക്ഷണിക്കുന്നു. നീ തന്നെയാണ് സിഹോണെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ നിന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഫുഡൊക്കെ നൽകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് അതിനെനിക്ക് സാധിച്ചത്. നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജാങ്സൺ ആയിരുന്നു നിന്നെയും നിന്റെ അമ്മേനെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവരും ഇവിടെ കുറച്ചു നാളൊക്കെ നിന്നിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഈ വീട് ഇനി ഒരു കിൻഡർ ഗാർഡൻ ഒക്കെ ആക്കി മാറ്റുവാനായിട്ട് പോവുകയാണെന്നും കൂടി ചാങ്സിന്റെ വൈഫ് അറിയിക്കുന്നു. ഡോങ്ചുവും അതുപോലെ തന്നെ ചാങ്സിന്റെ വൈഫും കൂടെ ഒന്നിച്ചിരുന്നിട്ടുണ്ടായിരുന്ന കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ കൂടി ഇപ്പോൾ ഡോങ്ചുവിനെ അവരും ഏൽപ്പിക്കുന്നു. നിന്റെ അമ്മ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. പണത്തിന്റെ ആവശ്യമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കൽ പോലും തെറ്റായിട്ടുള്ള ഒരു മാർഗം അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്ത്രീയുടെ മകനാണ് നീ. അതുകൊണ്ട് തന്നെ നീയും അവരെ പോലെ തന്നെ ആയിരിക്കണമെന്ന് കൂടി അവരും പറയുന്നു.
ഡോങ് ചും ബർഗറുമായിട്ട് ചെയർമാന്റെ മെയിൻ ലോക്കറിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ആ ഒരു ബർഗർ ഒരിടത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തെ വശത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ആ ബർഗർ എടുത്ത് കഴിക്കുന്നു. ഈ ഒരു സമയത്താണ് ലോക്കറിന്റെ മറ്റൊരു വശത്തായിട്ട് തന്നെ ജാങ്സിനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് എന്ന കാര്യമൊക്കെ കാണിക്കുന്നത്. അതേസമയം ജാങ്സിന്റെ ചുറ്റും ഉണ്ടായിരുന്നതെല്ലാം തന്നെ പണവും സ്വർണ്ണക്കട്ടകളും ഒക്കെ ആയിരുന്നു. ഒരു വർഷം മുമ്പായിരുന്നു ഇതുപോലെ ജാങ്സിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ തടവിലാക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സൗകര്യമൊക്കെ ആ ഒരു റൂമിലും അവൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കൂടി ഇപ്പോൾ കാണിക്കുകയാണ്. ഡോങ് ചോ ഇപ്പോൾ ചാങ്സിനെ കാണുവാനായിട്ട് എത്തുകയാണ്. ഈ ഒരു സമയത്ത് എന്തിനാണ് നീ എന്നെ ഇവിടെ ബന്ധിച്ചിട്ടിട്ടുള്ളത്? നിനക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചാങ്സൺ ഡോങ് ചുനോട് ചോദിക്കുമ്പോഴത്തേക്കും ചാങ്സന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തനിക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന രീതിക്കായിരുന്നു അവനും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഡോങ് ചോ അവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുവാനായിട്ടാണ് ആഗ്രഹമെന്ന് ജനൽ വഴി ജാങ്സനും പറയുന്നുണ്ട്. ഡോങ് ചു ഇപ്പോൾ പ്രസിഡന്റ് ലീനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഡോങ് ചു തട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന 2 ട്രില്യൺ ഉണ്ടല്ലോ, അതിൽ നിന്നും ഇനി ഒരു തുക പോലും പ്രസിഡന്റ് ലീക്ക് നൽകുകയില്ല എന്ന് അവനും ഉറച്ചു പറയുന്നു. എന്തായാലും ആ ഒരു പണം നല്ല കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും ചിലവാക്കുക എന്ന് കൂടി അവനും അറിയിക്കുന്നുണ്ട്. ജാങ്സന്റെ അടുത്ത് നിന്നും കുറച്ച് ഫയൽസ് ഒക്കെ ടോങ്ചുന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്തു നിന്നുമാകട്ടെ പ്രസിഡന്റ് ലീ ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡേസൻ ഗ്രൂപ്പിനെയോ എന്നെയോ നീ ഭീഷണിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നീ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ ഞാൻ എവിഡൻസ് ആയിട്ടൊക്കെ പോലീസിന് കൊടുക്കുന്നതായിരിക്കുമെന്ന് കൂടി അവനും അറിയിക്കുന്നു. ഡോങ്ചുന്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് ചാങ്സിനും സർവ്വ സ്വത്തുക്കളും ഡോങ്ചുൻ എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ആ ഒരു പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ടൈഗോവും ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചതെന്ന് ഡോങ്ചുന്റെ അടുത്തും ചോദിക്കുന്നു. പക്ഷെ ഡോങ്ചും അതിന് യാതൊരു വിധത്തിലുള്ള മറുപടിയും കൊടുക്കുന്നില്ല. പിന്നീട് ചാങ്സൺ എണീറ്റൊക്കെ വരുന്ന സമയത്ത് അവനെ ഇപ്പോൾ ചങ്ങല കിട്ടിയിട്ടില്ല എന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കുന്നു. കൂടാതെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അവനും അവിടെ നിന്നും നേരെ ഓടി രക്ഷപ്പെട്ടൊക്കെ പോവുകയാണ്. നേരത്തെ ചെറുമാൻ ചായ് ഇരുന്നിരുന്ന ആ ഒരു റൂമിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത് ഡോങ് ചു ആണ്. അങ്ങനെയിരിക്കെ ഡോങ് ചും ചാങ്സൺ രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ കാണുന്നു. അതേസമയം അവന് ദേഷ്യവും വിഷമവും എല്ലാം കൂടി ഒന്നിച്ചൊക്കെ വരികയാണ്. ഇനി ചാങ്സനും ധൃതി പിടിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു വീട് കിൻഡർ ഗാർഡനായി മാറിയിരിക്കുന്ന കാഴ്ചയും ചാങ്സൺ കാണുന്നു. ഡോങ് ചുനെ കാണുവാനായിട്ട് ടയോൺ എത്തുകയാണ്. ടയോൺ 6 മാസമായിട്ട് ഡേസൺ വോൾട്ടിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം അവന് അവിടെ വർക്ക് ചെയ്യുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ ഡേസൻ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യിക്കുക എന്നത് ഈഡോന്റെ വലിയൊരു ആഗ്രഹമായിരുന്നത് കൊണ്ട് തന്നെ നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ നൽകുന്നതായിരിക്കുമെന്ന് ഡോങ്ചുവും ടയോണിന്റെ അടുത്തായിട്ട് പറയുന്നു. ഈ ഒരു സമയത്ത് ചെറുമാൻ ചായും ടയൂണിനെ കോൾ ചെയ്യുകയാണ്. ടയൂണും കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചെറുമാൻ ചാ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ഡോങ്ചുനെയും കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമൊക്കെ ഡോങ്ചുനെയും അറിയിക്കുന്നു. ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. ചെറുമാൻ ചായ്ക്ക് ഓർമ്മക്കുറവ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരുടെയും പേരൊക്കെ ഓർത്തിരിപ്പുണ്ട്. ആ ഒരു സന്തോഷം ചെറുമാൻ ചായ്ക്കും ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഡൊഹയും ടയൂണും കൂടി വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ്. അച്ഛനും അമ്മയും നിലവിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു തെറ്റുകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രഗിളൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ഡേസൻ ഗ്രൂപ്പ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റെവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാമെന്ന് ടയോൺ പറയുന്നുണ്ടെങ്കിൽ പോലും ടയോണിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കുവാനായിട്ട് ഒന്നും തന്നെ ടോഹി തയ്യാറാകുന്നില്ല. നീ ഇപ്പോൾ ഡേസൻ വോൾട്ടിലൊക്കെ അല്ല വർക്ക് ചെയ്യുന്നത്. ഇവിടെ കൂടുതലായിട്ടൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കും സിഇഒ ആകുവാനായിട്ട് പോലും സാധിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും കമ്പനി ഉപേക്ഷിച്ച് പോകുവാനായിട്ട് പാടില്ല. നമുക്ക് ഒന്നിച്ച് ഇതിനെയൊക്കെ നേരിടാമെന്ന രീതിക്കായിരുന്നു ഡോക്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോങ് ചു മെയിൻ ലോക്കറിന്റെ പാസ്കോഡ് ഉണ്ണാമിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു കമ്പനിയിൽ എനിക്കിത് വിശ്വസിച്ചേൽപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി നീ മാത്രമാണ്. നീ നല്ല രീതിക്ക് തന്നെയാണ് ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ നിനക്കും സാധിക്കുമെന്നായിരുന്നു ഉണ്ണാമിന്റെ അടുത്തും ഡോങ് ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ അവനും കമ്പനിയിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം അവളും മനസ്സിലാക്കുകയാണ്. നിലവിൽ ജാങ്സിന്റെ അടുത്ത് പ്രതികാരം ചെയ്യണമെന്ന് മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ജാങ്സിന് ഇത്രയും കാലം സ്വത്തൊക്കെ ഉണ്ടാക്കുവാനായിട്ടായിരുന്നു ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ അവന്റെ അടുത്ത് നിന്നും കൈക്കലാക്കി. അത് കൂടാതെ അവന്റെ ലൈഫ് പോലും ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എന്റെ പ്രതികാരം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇനി എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയിക്കില്ല. ചില കാര്യങ്ങൾ ശരിയോ ചില കാര്യങ്ങൾ തെറ്റോ ആവാം. എന്തായാലും ആ ഒരു കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ടാണ് ഞാനും പോകുന്നതെന്നായിരുന്നു ഉണ്ണാമിന്റെ അടുത്ത് ഡോങ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോങ്ചുവിനെ ഉണ്ണാമും കൊണ്ടേയാക്കുന്നു. അങ്ങനെ അവസാനമായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഡോങ്ചുവും അവളെ കിസ് ചെയ്യുകയാണ്. പിന്നീട് കടലിലേക്ക് അവനും പോകുന്നു. ഇപ്പോൾ സ്യോൻവുവും
ടൈയൂണും വളരെ സംസാരിച്ച് കമ്പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സിയോനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ബൈക്ക് റേസിംഗ് ഒക്കെ ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കമ്പനിയുമായി പൊരുത്തപ്പെട്ടൊക്കെ പോവുകയാണ്. ടൈയൂണും വയലിനിസ്റ്റ് ആയിട്ടായിരുന്നു ഇത്രയും കാലം നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും കമ്പനിക്ക് പുതിയൊരു അറിവാണ് നൽകിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ടൈയൂണും അറിയിക്കുന്നു. എന്തായാലും ടൈയൂൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവനും ഡോങ്ചുൻ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇനി ജാങ്സനെ കാണിക്കുമ്പോഴത്തേക്കും ജാങ്സൺ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അതേസമയം ഉയരത്തിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ടൈയൂണിനെ അവിടെ നിന്നും സ്യോനുവും താഴേക്ക് തള്ളിയിടുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ടൈയൂൺ അയച്ച മെസ്സേജ് ഡോങ്ചുവും കാണുന്നത്. അതായത് സ്യോനുവുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയുടെ ഒപ്പം തന്നെ സ്യോനുവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊക്കെ മനസ്സിലാക്കി. സ്യോനുവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നിടത്തോളം സ്യോനുവാണ് ഡേസൺ ഗ്രൂപ്പിന് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആളെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അവനും മെസ്സേജിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഡോങ്ചും ഇപ്പോൾ കടലിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം ഈഡു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമൊക്കെ ഓർക്കുകയാണ്. അതായത് ഈഡു മരിച്ചതിന് ശേഷം ഈഡുവിന്റെ ആ ഒരു ചാരമെല്ലാം തന്നെ കടലിലേക്ക് ഒഴുക്കേണ്ടത് ഡോങ്ചു ആണ് എന്നത്. എന്തായാലും അന്ന് ഈഡു പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ നിറവേറ്റുകയാണ് ഡോങ്ചുവും. ഈഡു ഡോങ്ചുനെ ഷൂട്ട് ചെയ്ത അതേ സ്പോട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഡോങ്ചു ഉള്ളതും. അവന്റെ കയ്യിൽ ഒരു വയലിനും അതുപോലെ തന്നെ തോക്കുമുണ്ട്. വയലിനൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ണാമിനെ കുറിച്ചും തോക്കെടുക്കുന്ന സമയത്ത് ഇതേ തോക്കായിരുന്നു ഈഡു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അവനും ഓർക്കുന്നു. അങ്ങനെ ഈ ഒരു ഡ്രാമ അവസാനിക്കുന്ന കൂട്ടത്തില് ഒരു ടെയിലന്റ് കൂടി കാണിക്കുകയാണ്. അതായത് ഈ ഒരു ഡ്രാമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെയർമാൻ ചായക്ക് മൊത്തത്തിൽ ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ചെയർമാൻ ചായനെ ഇപ്പോൾ സ്യോൻബുവും അമ്മയും കൂടി ചേർന്നിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഗുഹി ഡെയ്സന്റെ വോൾട്ടിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും അവൾക്കൊരു സന്തോഷമൊന്നുമില്ല. അതുപോലെ തന്നെ ടയോൺ ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിൽ ഹോസ്പിറ്റൽ ബെഡിലൊക്കെയാണ് ഇപ്പോൾ ഡോഹി ഉള്ളതും. ഉണ്ണാമും ഒരു ചിത്രം വരയ്ക്കുന്നു. നേരത്തെ ഡോങ്ചുനെ മാത്രമായിരുന്നു അവൾ വരച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ കൂടി ചിത്രം അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഡോങ്ചു തിരിച്ചു വരുവാനായിട്ട് അവളും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഡ്രാമയുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.